നമ്മൾ ഇന്ന് പോകുന്നത് കേരളത്തിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലേക്കാണ്. പക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് അവിടുത്തെ കായൽ ഭംഗിയല്ല, മറിച്ച് ചരിത്രമുറങ്ങുന്ന മണ്ണിൽ ഇന്നും ജീവിക്കുന്ന ചില നിഗൂഢതകളെ കുറിച്ചാണ്. മനുഷ്യന്റെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അതിനെ വെറും തോന്നലുകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. എന്നാൽ നേരിട്ട് അനുഭവിച്ചവർക്ക് അത് വെറും ഒരു തോന്നലല്ല, മറക്കാനാവാത്തൊരു വിറയലാണ്. ആലപ്പുഴയിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ കാലപ്പഴക്കം കൊണ്ട് തകരാറായ ഒരു പഴയ നാലുകെട്ട് പുതുക്കി പണിയാനെത്തിയ ഒരു എഞ്ചിനീയർ. അയാൾ ഒരു യുക്തിവാദി ആയിരുന്നു. പക്ഷേ ആ വീട്ടിൽ അയാൾ ചിലവിട്ട 3 രാത്രികൾ അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എന്താണ് ആ തറവാട്ടിൽ ശരിക്കും സംഭവിച്ചത്? ആരായിരുന്നു ആ അദൃശ്യ രൂപം? ഈ വീഡിയോയുടെ ഓരോ സെക്കൻഡിലും നമ്മൾ ആ നിഗൂഢതയുടെ ചുരുളഴിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ഈ കഥ കേട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങളുടെ രാത്രികാല ഏകാന്തതകൾ പഴയതുപോലെ ആയിരിക്കില്ല. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക്. ആലപ്പുഴയിലെ അമ്പലപ്പുഴ ഭാഗത്തുള്ള ഒരു പുരാതന കുടുംബത്തിന്റെ തറവാടായിരുന്നു അത്. വർഷങ്ങളായി ആരും താമസിക്കാതെ അടച്ചിട്ടിരുന്ന ആ വീട് കാടും പടർപ്പും കയറി മൂടിക്കിടക്കുകയായിരുന്നു. നാട്ടുകാർ പോലും ആ വഴിയെ പോകാൻ മടിച്ചിരുന്നു. എഞ്ചിനീയർ നിതിൻ അവിടെ എത്തുന്നത് ആ തറവാടിന്റെ ഒരു വശത്തെ മനോഹരമായ തച്ചുശാസ്ത്രം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ സൗകര്യങ്ങൾ ഒരുക്കാനാണ്. വലിയ ഉത്തരങ്ങൾ, ആഴമുള്ള കിണർ, പുറത്തെ ഇലഞ്ഞിമരം ഒക്കെയും ഒരു പഴയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. എന്നാൽ അവിടെ പണികൾ തുടങ്ങിയപ്പോൾ തന്നെ ചില അസ്വാഭാവികതകൾ തൊഴിലാളികൾ ശ്രദ്ധിച്ചു. വെച്ച സാധനങ്ങൾ അവിടെ കാണാതിരിക്കുക, ഉച്ച സമയത്ത് പോലും മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ നടക്കുന്നത് പോലെ തോന്നുക. പക്ഷെ നിതിൻ അതൊന്നും കാര്യമാക്കിയില്ല. പണി വേഗത്തിലാക്കാൻ നിതിൻ തീരുമാനിച്ചു. താമസം ആ തറവാടിന്റെ മുകളിലത്തെ ഒരു മുറിയിലേക്ക് മാറ്റി. ആദ്യത്തെ രാത്രി മഴയുള്ള ഒരു സമയമായിരുന്നു അത്. ജനലുകളിൽ മഴത്തുള്ളികൾ അടിച്ചു പതിക്കുന്ന ശബ്ദം മാത്രം. പെട്ടെന്ന് താഴത്തെ നിലയിൽ ഒരു പാത്രം വീഴുന്ന ശബ്ദം കേട്ട് നിതിൻ ഉണർന്നു. താഴെ പോയി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. പൂച്ചയാവാം എന്ന് കരുതി അദ്ദേഹം തിരികെ വന്നു. എന്നാൽ മുകളിലേക്ക് കയറുന്ന ഓരോ പടിയിലും താൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായി. ഒരുതരം തണുത്ത വായു തന്നെ ചുറ്റുന്നത് പോലെ. അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞുപോയി. എന്നാൽ രണ്ടാമത്തെ രാത്രി ആയിരുന്നു ഏറ്റവും ഭയാനകം. നിതിൻ തന്റെ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഇടനാഴിയിൽ ഒരു മണിച്ചിലമ്പ് കേട്ടത്. വളരെ താളാത്മികമായ ഒരു ശബ്ദം. അദ്ദേഹം വാതിൽ തുറന്ന് ടോർച്ചടിച്ചു. അതാ ഇടനാഴിയുടെ അറ്റത്തൊരു വെളുത്ത വസ്ത്രത്തിന്റെ അറ്റം ചുറ്റിക്കറങ്ങി മറയുന്നു. നിതിൻ ധൈര്യം സംഭരിച്ച് അങ്ങോട്ടോടി. അവിടെ ആരുമില്ല. എന്നാൽ അവിടെ അന്തരീക്ഷത്തിൽ ഒരു പഴയ പിച്ചിപ്പൂവിന്റെ ഗന്ധമുണ്ടായിരുന്നു. മുറിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം കണ്ടത് തന്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ ഓരോ വിഴലുകൾ കൊണ്ട് കോറിയിട്ട പോലെ ചില അടയാളങ്ങളാണ്. അതൊരു താക്കീതായിരുന്നു. ഈ ഒരു സംഭവം നിതിന്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി കിടന്നു. പിറ്റേന്ന് പകൽ നിതിൻ നാട്ടിലെ ഒരു പ്രായമായ വ്യക്തിയെ കണ്ടു. അയാളിൽ നിന്നാണ് ആ സത്യം പുറത്തു വരുന്നത്. 1920കളിൽ ആ വീട്ടിൽ സുഭദ്ര എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നൃത്തം ജീവനായിരുന്നു അവൾക്ക്. കല്യാണ നിശ്ചയം കഴിഞ്ഞതിന്റെ തലേന്ന് ആരോ അവളെ ആ വലിയ തറവാട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അതിനുശേഷം പലരും ആ ചിലമ്പൊച്ച കേട്ടിട്ടുണ്ട്. അവളുടെ ആഗ്രഹം പൂർത്തിയാകാത്ത ആത്മാവ് ഇന്നും ആ മുറികളിൽ അലയുന്നുണ്ടെന്ന് അവർ വിശ്വസിച്ചു. രാത്രി പണികൾ നിർത്തിയ എഞ്ചിനീയർ അവിടെ നിന്ന് പോകാൻ ഒരുങ്ങുകയായിരുന്നു. അപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് ആരോ ഉറക്കെ പാടുന്നത് അദ്ദേഹം കേട്ടു. ഭയം കൊണ്ട് വിറച്ച അദ്ദേഹം തന്റെ സാധനങ്ങളെടുത്ത് പുറത്തേക്കോടി. കാറിലിരുന്ന് തറവാടിന്റെ മുകളിലത്തെ ആ ജനലിലേക്ക് നോക്കിയപ്പോൾ ബാധി കരിഞ്ഞ ഒരു മെഴുകുതിരി വെളിച്ചത്തിൽ ജനലിന് പിന്നിൽ ഒരാൾ നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. ഇന്ന് ആ തറവാട് അവിടെ ഇല്ല, അത് പൊളിച്ചു മാറ്റി. പക്ഷെ ഇന്നും ആ വഴി രാത്രി പോകുന്നവർക്ക് പാദസ്വരത്തിന്റെ ശബ്ദം കേൾക്കാമെന്ന് പറയപ്പെടുന്നു. ഇത് കേവലം കഥയാണോ, അതോ ഇന്നും നമുക്ക് ചുറ്റും ഇത്തരം അദൃശ്യമായ ഊർജങ്ങളുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കുക.
മറ്റൊരു വിറപ്പിക്കുന്ന സത്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. Stay safe.